നമുക്കറിയാം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള മാറ്റം ഒരു ഘട്ടത്തിൽ വന്നു. ആ മാറ്റം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം തകർന്നു പോകുമെന്നതായിരുന്നു. ആ പൊതുവിദ്യാഭ്യാസ രംഗം തകർന്നു പോകുന്ന നില വന്നപ്പോൾ പൊതുവിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാതെ വേദനിക്കുന്ന അവസ്ഥയുണ്ടായി. എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്, നിങ്ങളിൽ പലരും ഇപ്പോൾ പുതുതായി സർവീസിൽ ചേർന്നവരൊഴികെയുള്ള എല്ലാവരും ഭാഗഭാക്കായ ഒന്നാണ് 2016 സർക്കാർ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി നാം നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ് നിങ്ങളെല്ലാവരും. അന്ന് കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങൾ തകർന്നു പോകുമെന്ന ആശങ്കയാണുണ്ടായിരുന്നു. പൊതുവിദ്യാലയങ്ങൾ തകർന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതും നാം ചിന്തിക്കണം. ഇപ്പോൾ ഇന്നലത്തെ അനുഭവത്തിൽ ആ ഡ്രൈവർ എന്നോട് പറഞ്ഞില്ലേ, ആ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് പഠിക്കാൻ കഴിയാത്തത്? പഠിക്കേണ്ടത് ഫീസ് കൊടുക്കുന്ന സ്കൂളുകളിലാണ്. അവിടെ പൊതുവിദ്യാലയങ്ങൾ അധികം കാണില്ല. ഉള്ള പൊതുവിദ്യാലയങ്ങളെല്ലാം നേരത്തെ പൂട്ടിപ്പോയി. ഇപ്പോൾ ഉള്ളവർ ഇവിടെ പണ്ടൊരു പൊതുവിദ്യാലയമുണ്ട് എന്ന് പറയേണ്ടി വരും, ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ പാവപ്പെട്ടവർക്ക് താങ്ങാവുന്ന ഫീസല്ല. നമ്മുടെ കേരളത്തിലും പൊതുവിദ്യാലയങ്ങളല്ലാത്ത വിദ്യാലയങ്ങളുണ്ട്. അവിടെ ഇപ്പോഴുള്ള ഫീസ് വെച്ച് അതായിരിക്കും പൊതുവിദ്യാലയങ്ങളിൽ ഇല്ലാതായാലുള്ള ഫീസ് എന്ന് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പോഴുള്ള ഫീസ് പൊതുവിദ്യാലയങ്ങൾ കൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി നിശ്ചയിക്കപ്പെടുന്ന ഫീസാണ്. അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ ഫീസ്, അമിതമായ ഫീസ് നിശ്ചയിച്ചാൽ അവിടത്തേക്ക് കുട്ടികളെ കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് തന്നെ ശരിയായ അവരുടെ ആഗ്രഹമനുസരിച്ചുള്ള ഫീസ് നിശ്ചയിക്കുന്നില്ല എന്നാണ് കാണാൻ പറ്റുക. എന്നാൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ മാത്രമല്ലല്ലോ, അതായത് കേരളീയർ മാത്രമല്ലല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മോടൊപ്പം തന്നെ ഒട്ടേറെ അതിഥി തൊഴിലാളികളും ജോലി ചെയ്യുകയാണല്ലോ. അവർ പലയിടങ്ങളിലും നൂറുകണക്കിലാണല്ലോ, ആയിരക്കണക്കിലും പതിനായിരക്കണക്കിലും ആളുകളാണല്ലോ ഇവിടെ താമസിക്കുന്നത്. അവരിൽ പലരും കുടുംബസമേതം താമസിക്കുകയാണല്ലോ. ആ കുടുംബസമേതം താമസിക്കുന്ന കുട്ടിക്ക് ഇന്നലെ ഞാൻ കണ്ട അനുഭവം എല്ലാവരും ഉണ്ടാകുക. അവരെ കുട്ടി ഇവിടെയുള്ള സ്കൂളിൽ പോവുകയാണല്ലോ. ഇവിടെയുള്ള സ്കൂളിൽ നിങ്ങൾ പലരും അത്തരം കുട്ടികളെ പഠിപ്പിക്കുന്നവരായിരിക്കുമല്ലോ. നല്ല രീതിയിൽ അവർ പഠിച്ച് വളരുകയാണല്ലോ. എന്തുകൊണ്ടാണ് ആ സാഹചര്യം വന്നത്? നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാലയങ്ങൾ ശക്തിപ്പെട്ടതുകൊണ്ടാണ്. എങ്ങനെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാ കുട്ടികളും നല്ലതുപോലെ വിദ്യാഭ്യാസം നേടുന്നു. മലയാളി അല്ലെങ്കിൽ കേരളത്തിൽ അല്ല എന്ന് പറയുന്നവരടക്കം നല്ല തോതിൽ വിദ്യാഭ്യാസം നേടി നല്ലതുപോലെ മലയാള പദ്യങ്ങളും ഗദ്യങ്ങളും എല്ലാം ഹൃദിസ്ഥമാക്കുന്ന അവസ്ഥ വരുന്നു.
നല്ലതുപോലെ ക്ലാസ്സിൽ പുരോഗതിയും അവർ നേടുന്നു. ഇത് പാവപ്പെട്ടവരെന്നോ സമ്പന്നരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ അർഹമായ വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന ഒരു നാട്, അതാണ് കേരളം എന്തുകൊണ്ട് വന്ന കാര്യമാണല്ലോ. ഈ അവസ്ഥ എന്നാൽ വികൃതമായി ചിത്രീകരിക്കാൻ എന്തൊരു താല്പര്യമാണെന്ന് നോക്കണം. ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഒരു കൂട്ടർ ഒരു വാർത്ത കൊടുത്തതായിട്ട് കണ്ടു. ആ വാർത്തയിൽ കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നു എന്നതാണ് വലിയ വാർത്തയായി കൊടുത്തത്. കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ജനസംഖ്യയിൽ തന്നെ വലിയ കുറവ് സംഭവിക്കുന്നുണ്ട്. ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ നല്ല തോതിലുള്ള നടപ്പാക്കൽ ഉണ്ടായ ഒരിടമാണ് കേരളം. ഇപ്പോൾ അതൊരു ശിക്ഷയായി നമ്മുടെ നാടിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. അത് വേറൊരു ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ജനസംഖ്യാനുപാതികമായി കാര്യങ്ങൾ കണക്കാക്കുമ്പോൾ ജനസംഖ്യ നിയന്ത്രണത്തിൻ്റെ ഭാഗമായുള്ള നേട്ടം അതൊരു ശിക്ഷയാക്കി മാറ്റാൻ പാടില്ല എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഗവൺമെൻറ് നേരത്തെയുള്ള നിലപാട് മാറ്റി. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമായി ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ നേട്ടം അത് സംസ്ഥാനത്തിന് ഒരു ശിക്ഷയായി അനുഭവിക്കേണ്ടി വരുന്ന നിലയാണ് ഉണ്ടാക്കിയത്. ഇത് പൊതുവെ കുറയുമ്പോൾ ആ കുറവ് സംഭവിക്കുന്നത് എങ്ങനെയാണ്? കുട്ടികളുടെ എണ്ണത്തിലുമാണ്. അപ്പോൾ നേരത്തെ ഉള്ള അത്ര കുട്ടികളുണ്ടാകുന്നില്ല എന്നത് സ്വാഭാവികമായി വരുന്നൊരു കാര്യമാണ്. ആ ഭാഗമല്ല പറയുക. മറ്റൊരു ചിത്രം നാടിനു മുന്നിൽ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഏതായാലും നമ്മുടെ രാജ്യത്തെ മികവാർന്ന പൊതുവിദ്യാഭ്യാസമാണ് കേരളത്തിൽ നടപ്പാക്കപ്പെടുന്നത്. അതിനിയും കൂടുതൽ മികവിലേക്ക് ഉയർത്തുക എന്നതാണ് നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്ന കാര്യം. ഇവിടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ തോതിലുള്ള ഉത്കണ്ഠയാണ് പൊതുവെ ജനങ്ങളിലാകെയുള്ളത്. നമ്മുടെ രാജ്യത്തെ ചിത്രം അതല്ലെങ്കിൽ ചരിത്രം മാറ്റി എഴുതാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കുട്ടികൾ വളർന്നു വരുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ അവർ അറിയാതിരിക്കുക, അതിനൊരു പ്രത്യേക നിർബന്ധം നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾക്ക് തന്നെ ഉണ്ടായാൽ എത്ര വലിയ കെടുതിയാണത് ഉണ്ടാക്കുക. ഇവിടെ രാജ്യത്തിൻ്റെ ചരിത്രം, ആ ചരിത്രമായി പഠിപ്പിക്കേണ്ട കാര്യമല്ലേ? നമ്മുടെ രാജ്യം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? അതിൽ ജനങ്ങളുടെ ഐക്യം വളരെ പ്രധാനമാണ്. നമ്മുടെ രാജ്യത്ത് രണ്ട് തരം ചിന്താഗതി നേരത്തെ മുതൽക്കുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ രാജ്യം സമരം നയിച്ചത് എല്ലാ ചിന്താധാരകളും ഒന്നായി നിന്നുകൊണ്ടാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ വ്യത്യസ്ത അഭിപ്രായങ്ങളുടേതായ വ്യത്യസ്ത ധാരകൾ, എന്നാൽ അതെല്ലാം ഒന്നായി ചേർന്നുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനം രൂപം കൊണ്ടത്. എല്ലാവരും
ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അണിനിരന്നു. എല്ലാവരും ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യ വിട്ടു പോവുക എന്നാവശ്യപ്പെട്ടു. എല്ലാവരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടു. എല്ലാവരുമെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കാൻ തയ്യാറായവരല്ല, അതിൽ ഒരഭിപ്രായക്കാരല്ല, വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്ത് ആ ഘട്ടത്തിൽ ഇതിനോടൊപ്പം അണിചേരാത്തവരുണ്ടായി. അത് ബോധപൂർവം നിലപാടെടുത്തതാണ്. നമ്മുടെ രാജ്യത്തുള്ള സംഘപരിവാർ ശക്തികൾ ആ കാലം മുതൽക്ക് രാജ്യത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനെതിരായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നതിനോടായിരുന്നില്ല അവർക്ക് യോജിപ്പ്. ബ്രിട്ടീഷുകാർ ഇവിടെ തുടരട്ടെ എന്നതായിരുന്നു അവരുടെ നിലപാട്. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ജനങ്ങളിൽ പ്രചരണം നടത്തിയെങ്കിലും ജനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ ബ്രിട്ടീഷ് വൈസ്രോയി അടക്കം കണ്ട് ഞങ്ങൾക്ക് നിങ്ങളിവിടുന്ന് പോകണമെന്നില്ല, നമ്മൾ രണ്ടു കൂട്ടരുടെയും താല്പര്യം ഒന്നാണ് എന്ന് പറയുന്നിടത്തേക്ക് വരെ ആ കാലത്ത് സംഘപരിവാർ ശക്തികൾ മാറി എന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമാണ്. ഞാൻ ആ ചരിത്രം വിശദമായി പറയാനല്ല പോകുന്നത്. എന്താണത് കാണിക്കുന്നത്? സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്തൊരു കൂട്ടർ, അവരാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളായിരിക്കുന്നത്. ഇതൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി സ്വാതന്ത്ര്യം നേടി എന്ന ഭാഗത്തിൽ ഒരു പങ്കും പറയാൻ കഴിയാത്തവർ. അതുകൊണ്ട് തന്നെ അവർ അതിനെക്കുറിച്ച് പൂർണ്ണമായും നിശബ്ദത പാലിക്കുകയാണ്. ഇവിടെ ഒന്നും പറയാനില്ല. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് എന്താ? ശരിയായ ചരിത്രം പഠിപ്പിച്ചുകൂടാ. ശരിയായ ചരിത്രം കുട്ടികൾ അറിയരുത്. ഭാവി തലമുറ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കരുത്. ചരിത്രം തിരുത്തി എഴുതണം. അതിനുള്ള ശ്രമം ബോധപൂർവം നടക്കുകയാണ്. അതൊരു ഭാഗം. ഇതിലേറ്റവും പ്രധാനം ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കുട്ടികളുടെ മനസ്സിൽ പാഠഭാഗങ്ങളിലൂടെ എത്തുന്ന കാര്യങ്ങൾ ആ കുട്ടികൾ അറിയാതിരിക്കുക, അതിനു പറ്റിയ ഇടപെടലുകൾ പാഠപുസ്തകങ്ങളിലൂടെ നടത്തുക. ഇത് ബോധപൂർവം നടത്തുകയാണ്. നിങ്ങൾക്കറിയാവുന്നതാണ് എല്ലാ കാര്യങ്ങളും, ഞാനത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ എവിടെ എത്തുന്നു? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പാഠഭാഗം വേണ്ട. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള പാഠഭാഗം വേണ്ട എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഹാത്മാഗാന്ധി ഈ രാജ്യത്ത് ജീവിച്ചു. അദ്ദേഹം എങ്ങനെ മരിച്ചു? സ്വാഭാവികമായി കുട്ടി ചോദിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവിക മരണമല്ല, അദ്ദേഹത്തെ വധിച്ചതാണ്. ആരാ വധിച്ചത്? ചോദ്യം വരുമല്ലോ. അത് കുട്ടി അറിയരുത്. തങ്ങൾക്കതിലുള്ള പങ്കറിയരുത്. ആ ഗാന്ധിയല്ല ഗോഡ്സെയാണ് ഇവിടെ വേണ്ടത് എന്ന് പറയുന്നവർ ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അതിനുവേണ്ടി വലിയ തോതിൽ
ശ്രമങ്ങൾ നടക്കുന്നത് നാം കാണുകയാണ്. പക്ഷെ കുട്ടിയുടെ മനസ്സിൽ ഗാന്ധിജിയെക്കുറിച്ചുള്ള ചിത്രം എത്തരുത്. അതിനുള്ള ഇടപെടൽ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി വേണ്ട എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ചരിത്രത്തിൻ്റെ ഭാഗമായി വിവിധ ധാരകളുണ്ടായിട്ടുണ്ട്. അതിലൊരു ഘട്ടമാണ് മുഗൾ രാജവംശം. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയുന്ന ഒന്നല്ല അത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ധാരകളോട് സഹിഷ്ണുത വെച്ച് പുലർത്തുന്നവരല്ല സംഘപരിവാർ. RSS അവരാഗ്രഹിക്കുന്ന കാര്യം മാത്രമേ ഇവിടെ നടക്കാവൂ എന്നാണ് കാണുന്നത്. അവരുടെ ആശയത്തിനനുസരിച്ച കാര്യങ്ങൾ മാത്രമേ നടക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും അപരനോടുള്ള കടുത്ത വിരോധവും പകയും വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമാണ് ഈ പറയുന്ന മുഗൾ രാജവംശത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ട എന്ന ഭാഗം. അതെടുത്തു കളയാനുള്ള തീരുമാനം നമ്മുടെ സമൂഹത്തെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിൻ്റെ ഒരു ഭാഗം. കുട്ടിയുടെ മനസ്സിനെ പ്രത്യേക രീതിയിൽ പരുവപ്പെടുത്താനുള്ള നീക്കം. ഈ രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ സ്വാതന്ത്ര്യ സമരഘട്ടത്തിലും അതിനുശേഷവും ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലക്കും സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. വേണ്ട, കുട്ടി അറിയണ്ട, പഠിക്കേണ്ട, ആ ഭാഗവും നീക്കണം. അബ്ദുൽ കലാം ആസാദ് നമ്മുടെ ഇന്ത്യ കണ്ട പ്രതിഭാധനായ ദേശീയവാദി. വേണ്ട, ആ ഭാഗവും വേണ്ട. എവിടം വരെ എത്തുന്നു? ഡാർവിൻ വേണ്ട, പരിണാമ സിദ്ധാന്തം വേണ്ട, ഇങ്ങനെ പോവുകയാണ്. അവിടെയാണ് നമുക്കിവിടെ വ്യത്യസ്തത പുലർത്താൻ കഴിഞ്ഞത്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി കേരളത്തിൻ്റെ നയം. ഈ ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ ഒന്നും ഇവിടെ ഒഴിവാക്കില്ല, ഞങ്ങളത് പഠിപ്പിക്കും എന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നിങ്ങളിപ്പോൾ അത് പഠിപ്പിക്കൽ തുടങ്ങിക്കഴിഞ്ഞു. ആ പാഠപുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഇത് രാജ്യത്തെ ജനങ്ങളെ കണ്ടുകൊണ്ടുള്ള നീക്കമാണ്. രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്തുന്നതിനുള്ള നീക്കമാണ്. ജനങ്ങളുടെ മനസ്സിൽ വിദ്വേഷവും വെറുപ്പും പകയും സൃഷ്ടിക്കലല്ല ആവശ്യം. ഒരുമയും ഐക്യവും, അതാണ് കുട്ടികളുടെ മനസ്സിൽ വളർത്തിയെടുക്കേണ്ടത്. അതിനുതകുന്ന പാഠഭാഗങ്ങൾ നിർബന്ധമായും ഉണ്ടാവുക. ചരിത്ര വസ്തുതകൾ ചരിത്ര വസ്തുക്കളായി കുട്ടി പഠിക്കുക. ഇതാണ് നാം സ്വീകരിച്ച നിലപാട്. അതേ നിലയിൽ തന്നെ നാം മുന്നോട്ട് പോവുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗം കൂടുതൽ മികവാർന്ന രീതിയിൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്. നമ്മുടെ നാടിനോട് പ്രത്യേകമായ പകയോടെ കേന്ദ്ര ഗവൺമെൻറ് പെരുമാറുന്നു എന്നത് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഇന്നലെ ഡൽഹിയിൽ നടത്തിയ പ്രക്ഷോഭം അത് മറ്റൊരു മാർഗവുമില്ലാത്ത ഘട്ടത്തിൽ നാം നിർബന്ധിതമായി ഒന്നാണ്. നമ്മൾ എല്ലാ വഴികളും നോക്കി. ഞാൻ ആ കണക്കുകളിലേക്കൊന്നും ഇപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. എങ്ങനെയെല്ലാം കേരളത്തെ അവഗണിക്കുന്നു, ഏതെല്ലാം തരത്തിൽ കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്നു.
ഇത് ശരിയല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് പലവട്ടം ആവശ്യപ്പെട്ടു, തിരുത്തണം എന്നാവശ്യപ്പെട്ടു. കേന്ദ്ര ധനമന്ത്രിയെ നമ്മുടെ സംസ്ഥാന ധനമന്ത്രി നിരവധി തവണ കണ്ടു, കാര്യങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ മാറ്റമില്ല. പ്രധാനമന്ത്രിയെ രേഖാമൂലം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു, ഫലമില്ല. ആ ഘട്ടത്തിലാണ് മറ്റൊരു വഴിയുമില്ല എന്ന് വന്നപ്പോൾ പ്രക്ഷോഭത്തിൻ്റേതായ മാർഗം സ്വീകരിച്ചത്. അതിനു മുൻപ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അതാണല്ലോ ഏറ്റവും കരുത്തുറ്റ വിഭാഗം. ആ ജനങ്ങളാണല്ലോ എല്ലാ കാര്യങ്ങളും അറിയേണ്ടത്. ആ ജനങ്ങളുടെ മുന്നിൽ നവകേരള സദസ്സിൻ്റെ ഭാഗമായി 140 മണ്ഡലങ്ങളിലും എന്താണ് കേരളത്തോട് കാണിക്കുന്ന വിവേചനം, ഏതെല്ലാം രീതിയിലുള്ള അവഗണനയാണ് കേരളത്തോട് കാണിക്കുന്നത് എന്നത് വിശദമായി തന്നെ അവതരിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയായാണ് ഡൽഹി പ്രക്ഷോഭം തീരുമാനിച്ചത്. അത് രാജ്യം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആ പ്രക്ഷോഭത്തിൻ്റെ തൊട്ട് തലേ ദിവസമാണ് കർണാടക ആ സംസ്ഥാനം നേരിടുന്ന ഇതേ പ്രശ്നം മുൻനിർത്തിക്കൊണ്ട്, ഇതേ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭത്തിന് ഡൽഹിയിലെത്തിയത്. അവരെ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി, കേരളവും ഇതേ രീതിയിലുള്ള പ്രശ്നമാണ് നേരിടുന്നത്, കേരളം ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടത്തേക്ക് വരികയാണ് എന്ന് തന്നെ അവർ പറയുകയുണ്ടായി. അവിടെ സംസാരിച്ചവർ പലരും ആ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് ശക്തമായി തന്നെ എടുത്തു പറയുകയുണ്ടായി. ഇത് ഒരു തലം. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസ്സുകാർക്ക് ഇതിനോട് ഒട്ടും യോജിക്കാനാകുന്നില്ല. എന്തുകൊണ്ടാണത്? ഇവിടെ നവകേരള സദസ്സിൻ്റെ കാര്യത്തിൽ അവർ യോജിച്ചില്ല, ബഹിഷ്കരിച്ചു. ഈ പ്രക്ഷോഭം ഡൽഹിയിൽ നടത്താൻ ആലോചിച്ചപ്പോൾ ആദ്യം ആലോചിക്കുന്നത് അവരുമായിട്ടാണ്. പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും ആദ്യം ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ്. ഇങ്ങനൊരു പരിപാടിയുണ്ട്, നിങ്ങൾ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതല്ലാതെ വേറെ മാർഗമില്ല എന്നതും അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷേ പതിവ് പോലെ അതുമായി സഹകരിക്കാൻ അവർ തയ്യാറായില്ല. എന്നാൽ ഇന്നലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രസ്താവന കാണാനിടയായി. അത് കേരളത്തോട് കേന്ദ്രം വലിയ തോതിൽ അവഗണന കാണിക്കുന്നു, അതിനെതിരെ പ്രക്ഷോഭം നടത്തേണ്ടി വരും, പ്രക്ഷോഭം നടത്തുന്നത് ശരിയാണ് എന്ന് വരെ അവർ പറഞ്ഞു വെച്ചു. അത്രത്തോളം നല്ല കാര്യം. പക്ഷേ കോൺഗ്രസും UDFും ഒരേ രീതിയിൽ സമീപനം സ്വീകരിച്ച് ഇതുമായി സഹകരിക്കാതിരിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മുടെ നാടിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഈ പറയുന്ന വിഷമമൊക്കെ ഉണ്ടായത് എന്നാണ്. അത് കർണാടകയോട് പറയോ? കർണാടകയ്ക്ക്
ഈ വിഷമമുണ്ടായത് നിങ്ങളുടെ കെടുകാര്യസ്ഥ കൊണ്ടാണ്. നിങ്ങൾ ഡൽഹിയിൽ പോയി പ്രക്ഷോഭം നടത്തേണ്ടതില്ല എന്നിവിടുത്തെ കോൺഗ്രസ്സുകാർ കർണാടകയോട് പറയുമോ? കോൺഗ്രസിൻ്റെ പല നേതാക്കളും ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന തെറ്റായ സാമ്പത്തിക നയത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടല്ലോ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രത്യേക രീതിയിലാണ്. എന്താണ് ആ പ്രത്യേക രീതിക്ക് കാരണം? ഞാൻ മറ്റൊരു തലത്തിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നതാണ്, ബി ജെ പിയെ പിണക്കരുത്. ബി ജെ പിയോട് നല്ല തോതിൽ മൃദു സമീപനം സ്വീകരിച്ചു പോകണം. ഒരു തരത്തിലുള്ള നേരിയ നീരസം പോലും ബി ജെ പിയുടെ മനസ്സിലുണ്ടാകരുത്. ആ നിർബന്ധം കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. ഒരു പ്രത്യേക തലം, ഇവർ രണ്ടും കൂടിയുള്ള ഒരു പ്രത്യേക തരം അത് രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ ഇന്നലെ ഡൽഹിയിൽ കണ്ട കാഴ്ച എന്താ? നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ആവശ്യത്തിനനുസൃതമായൊരു നീക്കമായിട്ടാണ് എല്ലാവരും ഈ പ്രക്ഷോഭത്തെ കണ്ടത്. അതിൻ്റെ ഭാഗമായി 3 മുഖ്യമന്ത്രിമാർ തന്നെ അണിനിരന്നു. നമ്മുടെ കേരളത്തിൻ്റെ പ്രക്ഷോഭത്തോടൊപ്പം കേരളത്തിന് പുറമെ ഡൽഹിയും പഞ്ചാബും മുഖ്യമന്ത്രിമാർ നേരിട്ടെത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി ആ പ്രക്ഷോഭത്തെ വീഡിയോയിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. തമിഴ്നാട്ടിലെ IT മിനിസ്റ്റർ, നേരത്തെ അവിടുത്തെ ധനമന്ത്രി, നേരിട്ടെത്തി ആ പ്രക്ഷോഭത്തെ അഭിവാദ്യം ചെയ്തു. DMK കക്ഷി നേതാവ് വന്ന് നേരിട്ട് അഭിവാദ്യം ചെയ്തു. ഇതെല്ലാം നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. ഒരു പ്രത്യേക തലത്തിലേക്കാണ് ഉയർന്നത്. കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ള വരുന്നു. വികാരപരമായാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. യഥാർത്ഥത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവരുടെ സാന്നിധ്യമായി അപ്പോൾ ഇതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പ്രസിദ്ധ നിയമജ്ഞനും പാർലമെൻറ്റ് അംഗവുമായ കപിൽ സിബൽ അവിടെ പങ്കെടുത്ത് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയുണ്ടായി. രാജ്യമാകെ ശ്രദ്ധിക്കുന്നവരാണ്. നമ്മുടെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഇടതുപക്ഷ കക്ഷികളുടെ നേതാക്കൾ സീതാറാം യെച്ചൂരിയും D രാജയുമെല്ലാം ആ പ്രക്ഷോഭത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഒരു പുതിയ തുടക്കം സ്വാഭാവികമായും ഡൽഹിയിൽ ദർശിക്കുന്നുവെന്നാണ് എല്ലാവരും ആ പ്രക്ഷോഭത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ എടുത്തു പറഞ്ഞത്. അപ്പോഴും ചെറിയ മനസ്സിൻ്റെ ഉടമകളായ ഇവിടുത്തെ കോൺഗ്രസ് പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. അവർക്ക് ഇവിടെ BJP എങ്ങനെ ഒന്നിച്ചു നിർത്താൻ പറ്റും എന്നതാണ് ആലോചന. അന്ധമായ ഇടതുപക്ഷ വിരോധം വെച്ചുകൊണ്ട് നീങ്ങുന്ന നിലയാണ് കാണാൻ നമുക്ക് കഴിയുന്നത്. നമ്മൾ ഡൽഹിയിൽ പോയത് ആരെയും തോൽപ്പിക്കാനല്ല. നമ്മുടെ നാട് നേരിടുന്ന വിഷമങ്ങൾ അത് പരിഹരിക്കപ്പെടണം. ഇത് മാത്രമാണ് നമ്മുടെ ആവശ്യം. അതിന് ഈ മാർഗം മാത്രമല്ല, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് നിരക്കാത്ത പ്രവർത്തികൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു വരുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ നാം സമീപിച്ചിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി മാറുകയാണ്. സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ എന്താകുമെന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ രാജ്യം ഈ രീതിയിൽ പോയിക്കൂടാ. നമ്മുടെ
ഭരണഘടനാനുസൃതമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ അത് സംരക്ഷിക്കപ്പെടണം. സംസ്ഥാനമെന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു കീഴാള നിലയുള്ളവരാണ് എന്ന് കാണരുത്. ഒരു യജമാന മനോഭാവത്തോടെ കേന്ദ്ര ഗവൺമെൻറ് പെരുമാറാൻ പാടില്ല. ഇതെല്ലാം ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളം അവഗണിക്കപ്പെടുന്നു, കേരളത്തോട് കടുത്ത വിവേചനം കാണിക്കുന്നു എന്നത് പൊതുവെ രാജ്യത്തിന് ബോധ്യപ്പെടുത്താൻ ഈ പ്രക്ഷോഭത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഇതിൻ്റെ ഭാഗമായി നമുക്ക് നിശബ്ദരായിരിക്കാൻ ഇനിയും കഴിയില്ല. നമുക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോകണം. അതിനാവശ്യമായ നിലപാട് നമുക്ക് സ്വീകരിക്കണം. ഇത്തരം പ്രശ്നങ്ങൾ അതിജീവിച്ചേ മതിയാവും. നാട് നേരിടുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തികമായി ഞെരുക്കുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ്. ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കാനാണ് നോക്കുന്നത്. അത്തരം ഘട്ടത്തിലും നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമപ്രവർത്തനങ്ങൾ സ്തംഭിച്ചുകൂടാ എന്ന നിർബന്ധത്തോടെ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ആ കാര്യത്തിൽ നിങ്ങളെപ്പോലുള്ള സംഘടനകളുടെ എല്ലാം പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ധാരാളം നേതാക്കൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ്. അതുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ 33ാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ